الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد أوصيكم وإياي بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനപ്പെട്ട സഹോദരന്മാരെ കുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ ത്വാഅത്തിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. പല ആളുകളും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിറവേറ്റി കൊടുക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. അവർക്ക് നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ചോദ്യല്ലേ, നാട്ടിൽ എൻ്റെ വീട്ടിൽ വെള്ളം കുറവാണ്, കുഴൽ കിണർ ഇപ്പോൾ കിളക്കുന്നുണ്ട്, നല്ല വെള്ളം കിട്ടാൻ പ്രാർത്ഥിക്കണം എന്നൊരു സഹോദരൻ അറിയിച്ചിരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ആവശ്യമായ വെള്ളം അല്ലാഹു നൽകി അവരെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ദായ ഫضل കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് വെള്ളം സുലഭമായി നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു പള്ളിയിൽ 2 ജുമുഅ എന്നത് ശരിയാകുമോ? ശരിയാകൂല എന്നല്ലോ ഇപ്പൊ നമ്മുടെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ഫത്വ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് സമസ്തയുടെ തീരുമാനമായിട്ട് ഇത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പള്ളിയിലെ 2 ജുമുഅ ഉസ്റുൽ ഇജ്തിമാ, ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ, ഒരു മഹലിലെ ആളുകൾക്കൊക്കെ പാടെ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കൂല. എന്നാൽ തഅദ്ദുദ് ജായിസാകും. ഒന്നിലധികം ജുമുഅ മഹലിൽ ജായിസാകും, ഒരു പള്ളിയിലല്ല. ഒരു പള്ളിയിൽ ഒരു മഹലിലെ ആളുകൾക്കൊക്കെ പാടെ അവിടെയുള്ള പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ ബുദ്ധിമുട്ടാണ്. ദൂരം കാരണമോ അല്ലെങ്കിൽ പള്ളിയിലെ ആള് കൊള്ളാത്തതിന്റെ പേരിലൊക്കെ അങ്ങനെ പിന്നെ ഒരുമിച്ച് കൂടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ആ മഹല്ലിൽ ഉസ്റുൽ ഇജ്തിമാ ഒരുമിച്ച് കൂടാൻ ബുദ്ധിമുട്ടാവുക എന്നുള്ളതിന്റെ പേരിൽ ഒന്നിലധികം ജുമുഅ സഹിഹാകും. പക്ഷെ അത് ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമുഅ അല്ല, ഒരു മഹല്ലിൽ ഒന്നിലധികം ജുമുഅ സഹിഹാകുന്നതാണ്. ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമുഅ സഹിഹാവൂല എന്ന സമസ്തന്റെ ഫത്വ. അങ്ങനെ അതിന് കാരണം അത് ഫുഖഹാക്കളുടെ ഇബാറത്തുകൾ തന്നെ ആ രീതിയിലാണ്. ഫി മവാദിഅ ഫയജൂസു തഅദ്ദുദു ഫി മവാദിഅ, അങ്ങനെയൊക്കെ ഫിഖഹിന്റെ കിതാബ് ആ രീതിയിലുള്ള ഇബാറത്തുകളൊക്കെ കാണുക. ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ ബുദ്ധിമുട്ടായാൽ അപ്പോൾ തഅദ്ദുദ് ഒന്നിലധികം ജുമുഅ ജായിസാകും. എവിടെ? ഫി മസ്ജിദിനല്ല, ഫി മവാദിഅ, വിവിധ സ്ഥലങ്ങളിൽ ഒന്നിലധികം ജുമുഅ സഹിയാകും എന്ന് ഫുഖഹാക്കളുടെ ഇബാറത്ത് തന്നെ ആ രീതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമുഅ അല്ല, ഒരു മഹലിൽ ഒന്നിലധികം ജുമുഅ സഹിയാകുന്നതാണ്. നമ്മുടെ MT അബൂബക്കർ ദാരിമി സംബന്ധമായ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പുസ്തകം, ചെറിയൊരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആ വിഷയം സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുണ്ട് അത് അങ്ങനെ അത് അനുവദിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിപരമായ പിന്നെ എതിർപ്പുകൾ അതും ആ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ബുദ്ധി തന്നെ അത് സമ്മതിക്കൂലാണ്. കാരണം ഒരു പള്ളിയിൽ ഒരു പള്ളിയിൽ ഒരു ജുമുഅ സഹിയാണെങ്കിൽ ആ മഹല്ലിക്കാരായ 40 ആളുകൾ വേണല്ലോ അല്ലെ? അതിൽ ആവശ്യത്തെ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഒരു ജുമുഅ സഹിയാകണി എന്ത് വേണം? ആ മഹല്ലിക്കാരായ 40 ആളുകൾ വേണം. ആ മഹല്ലിക്കാരായ പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള 40 പുരുഷന്മാർ വേണം ആ മഹല്ലിക്കാരായ. എന്നാലേ ജുമുഅ സഹിയാകുള്ളൂ. അപ്പൊ ആദ്യം ഒരു പള്ളിയിൽ ആദ്യത്തെ ജുമുഅ സഹിയാകണി എന്ത് വേണം? ആ മഹല്ലിക്കാരായ 40 ആൾക്കാർ വേണം. രണ്ടാമത്തെ ജുമുഅ സഹിയാണെങ്കിലും എന്ത് വേണം? ആ മഹല്ലിക്കാരായ 40 ആൾക്കാർ വേണം. മൂന്നാമത്തെ ജുമുഅ സഹിയാണെങ്കിലും ആ മഹല്ലിക്കാരായ 40 ആളുകൾ വേണം. അപ്പൊ ഈ രണ്ടാമത്തെ ജുമുഅയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എന്ത് കിട്ടൂല? അവിടെ ബുക്കൂർ, ജുമുഅക്ക് നേരത്തെ പോവുക എന്നുള്ള സുന്നത്തൊക്കെ ഉണ്ടല്ലോ, അത് അവർക്ക് കിട്ടൂല. കാരണം അവർ ആദ്യത്തെ ജുമുഅ കഴിഞ്ഞിട്ടല്ലേ അവർക്ക് പള്ളി പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ പല തകരാറുകളുണ്ട്. അതൊക്കെ അത് മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഇല്ലാന്ന പേരെന്താന്നുള്ള ഞാൻ മറന്നപ്പോൾ. ഇസ്ലാമിക ചരിത്രത്തിലെ അങ്ങനൊന്നും ഇല്ല. ഏത്
ഏതെങ്കിലും പള്ളിയിൽ ഒന്നിലധികം ജുമുഅ 1400 വർഷങ്ങൾക്ക് ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഇന്നേ വരേക്കും ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമുഅ നടന്നതായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആകയാൽ അത് പറ്റുകയില്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഫത്വ. എന്ന് മാത്രമല്ല, സമസ്തയുടെ ആ ഫത്വയെ ചില ആളുകൾ എതിർത്ത്, സംസ്ഥാനക്കാരായ ചില ആളുകൾക്ക് എതിർത്ത് നോക്കുമ്പോൾ നമ്മുടെ MT ദാരിമി ആദ്യം കുറച്ചൊക്കെ ലേഖനം മൂപ്പത്ത് ശക്തമായ തെളിവൊക്കെ ഉണ്ട്. മറ്റൊരിടത്തുള്ളത് എത്രമാത്രം എഴുതട്ടെ ഉണ്ടെന്ന് വിചാരിക്കട്ടെ, അതൊക്കെ പുറത്ത് വെട്ട വിചാരിച്ച് മുമ്പിൽ കുറെ വെയിറ്റ് ചെയ്ത് അങ്ങനെ അവരുടെ ആ അത്യാവശ്യമൊക്കെ ഉണ്ടായതിനു ശേഷം അദ്ദേഹം ശരിക്കും ഇബാറത്ത് വെളിവാക്കിയപ്പോൾ അതോടുകൂടി മറുവിഭാഗത്തിന്റെ ലേഖനം നിൽക്കുകയും ചെയ്തു. നജീബ് മൗലവിന്റെ ലേഖനം അതോടുകൂടി നിന്ന് MT ദാരിമിന്റെ ഈ അവസാന ഇബാറത്തൊക്കെ വെളിവാക്കിയപ്പോൾ അപ്പൊ സംഭവം അങ്ങനെയുള്ളത്. പിന്നെ ഉസ്താദ്, എന്റെ അനുജന്റെ പാസ്പോർട്ട് കാണുന്നില്ല, അത് കിട്ടാൻ ദുആ ചെയ്യണം എന്ന് അല്ലാഹു നമ്മുടെ സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ദ്വാരക്കണൊക്കെ നിങ്ങളുടെയൊക്കെ ആമീൻ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളുടെയൊക്കെ ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ ദുആ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ആമീൻ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കും. അപ്പൊ അയാളുടെ പാസ്പോർട്ടാണ് കിട്ടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫള് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ കാണാതായ പാസ്പോർട്ട് എത്രയും വേഗം തിരിച്ച് നൽകിക്കൊണ്ട് അവർക്ക് സമാധാനം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു പള്ളിയിൽ അത് കഴിഞ്ഞു നമ്മൾ ചില ഇസ്മ പണി ചെയ്യും. ആളുകളുടെ അടുത്ത് പോകാറില്ല. ഇസ്മ പണി ചെയ്യാൻ ആളുകളുടെ അടുത്ത് പോകാറില്ലെന്നായിരിക്കും. അവരോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അവർ മുഹയ്യിദ്ദീൻ ഷേഖ്, അതുപോലെ ഏർവാടി, മടവൂര് എന്നീ സ്ഥലങ്ങളിലേക്ക് യാസീൻ ഓതാൻ പറയും. നമ്മൾ അത് ചെയ്യും. പ്രശ്നങ്ങൾ സോൾവ് ആകും. അതുപോലെ 3 മാസം കഴിഞ്ഞിട്ടേ നിന്റെ പ്രശ്നം നിന്റെ പ്രശ്നം ശരിയാകും നമ്മൾ എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കാമോ എന്നാണ്. അതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അത് അറാഫീങ്ങളെന്നല്ല. അറാഫീങ്ങളുണ്ടല്ലോ, ഈ പ്രശ്നം വെച്ചുകൊണ്ട് ഒയ്ബായ കാര്യങ്ങൾ പറയുക, അങ്ങനത്തെ അവരെ നിങ്ങൾ വിശ്വസിക്കരുത്, അവരുടെ പോകരുത്. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും എന്നൊക്കെ ഹദീസിൽ വളരെ താക്കീത് നൽകിക്കൊണ്ടുള്ള ഹദീസ് ഉണ്ട്. ആരെങ്കിലും അറാഫീങ്ങൾ അടുക്കൽ ചെന്ന്, അത് അറാഫീങ്ങൾ എന്ന് പറഞ്ഞാലേ ഈ പിശാചിനെ സേവിക്കുക, ശൈത്താനെ സേവിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ചില വിഷയങ്ങളൊക്കെ ശൈത്താനോട് അന്വേഷിക്കുക. അപ്പൊ ആ ശൈത്താൻ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരും, ഇന്നത് മാതിരിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ. അത് നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ്. അങ്ങനെ ശൈത്താന്റെ സേവയുള്ള ഈ അറാഫീങ്ങൾ ആയ ഈ ജ്യോത്സ്യന്മാരൊക്കെ അടുക്കൽ പോയിട്ട് അവരെ പോകുന്നതാണ് ഹദീസിൽ വിരോധിച്ചിട്ടുള്ളത്. അതല്ലാതെ ചില ഇസ്മിന്റെ പണി എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. അത് പിന്നെ യാസീൻ ഓതാൻ പറയാനാ അല്ലേ? ഷേഖിന്റെ പേര് യാസീൻ ഓതാൻ പറയും എന്നൊക്കെ പറയാം. അതുകൊണ്ടൊന്ന് വിരോധം മഹീദ്ദീൻ ഷേഖിന്റെ മാത്രമല്ല, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മേലിൽ ഖുർആൻ ഓതിയാൽ അതിന്റെ സവാബ് ആ മുസ്ലിമായ മനുഷ്യന് ലഭിക്കും എന്ന് തന്നെയാണ് ഭൂരിഭാഗം ഉലമാക്കളുടെയും അഭിപ്രായം. അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനെ മരിച്ചവർക്കും വേണ്ടി ഓതിയാലേ അതിന്റെ സവാബ് അവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. അപ്പൊ മഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ, ഇരിഫാൻ ഷേഖിന്റെ പേരിലോ അല്ലെങ്കിൽ മടവൂര് ഷേഖിന്റെ പേരിലൊക്കെ യാസീനോ തന്നെ അവർ പറഞ്ഞു അത് ചെയ്യാമോ എന്നുള്ള ചോദ്യം ചെയ്യാവുന്നതാണ്. മാത്രമല്ല നല്ല കാര്യമാണത്. പിന്നെ 3 മാസം കഴിഞ്ഞ ശേഷം നിന്റെ പ്രശ്നങ്ങൾ പരിഹൃതമാകും എന്നൊക്കെ അവർ പറഞ്ഞത് അവർ ചില നോട്ടങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത് സംബന്ധമായി വളരെ അറിയുന്ന വ്യക്തികളാണ് എങ്കിൽ, അസ്മാ ഒക്കെ നന്നായിട്ട് അറിയുന്ന, അതിന്റെ ഇജാസത്തൊക്കെ ശരിക്കും വീടിയ ആളുകളാണ് എങ്കിൽ അവർ ചില കണക്കുകളൊക്കെ നോക്കി ആ കണക്കുകളിൽ നിന്ന് അവർക്ക് തിരിഞ്ഞത് ആ രീതിയിലാണെങ്കിൽ അത് അവർ പറയുന്നു. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അതിപ്പോ വൈബ് അറിയുന്നല്ല. വൈബ് അള്ളാഹു തആലക്ക് വൈബ് അറിയാൻ എന്ത് വേണ്ട, അങ്ങനെ കണക്ക് നോക്കൊന്നും വേണ്ട. കാരണങ്ങളൊന്നും കൂടാതെ തന്നെ പിന്നെ വൈബ് അറിയുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ മറ്റുള്ളവർക്ക് ചില മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നത് ചില കാര്യകാരണങ്ങൾ ഉണ്ടായിട്ടാണ്. ചില അള്ളാഹു സുബ്ഹാനഹു ഏർപ്പെടുത്തിയ ചില കാരണങ്ങൾ, ആ കാരണങ്ങളെ സമീപിക്കുമ്പോഴാണ് അവർക്ക് ചില മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അത് അള്ളാഹുവിന് വൈബ് അറിയുന്നത് പോലെയുള്ള വൈബ് ചിലല്ല. അള്ളാഹുവിന് അങ്ങനത്തെ കാരണങ്ങളെ സമീപിക്കൊന്നും വേണ്ട. അള്ളാഹു യഥേഷ്ടം വൈബ് അറിയുന്നവനാണ്.
നമുക്കിപ്പോ ഒരു മഴക്കാറ് കണ്ടു അല്ലെ, മഴക്കാറ് കണ്ടിട്ട് ഒരാൾ പറഞ്ഞത് ഇപ്പൊ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ മഴ പെയ്യും, അതിപ്പോ ഇപ്പൊ അള്ളാഹു തആലക്കല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ അതല്ല. അതിന് കാരണത്തെ നമ്മൾ സമീപിച്ചിരിക്കണം. അവിടെ എന്താ കാരണം? മഴക്കാറ് കാണുക എന്ന കാരണത്തെ സമീപിച്ചു, അതുകൊണ്ടുള്ള പറച്ചിലാണ്. അതൊന്നും ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്നുള്ളതിന് എതിരല്ല എന്നർത്ഥം. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ചില കാരണങ്ങൾ, ഓരോ വിഷയങ്ങൾക്ക് ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, ആ കാരണങ്ങളെ സമീപിച്ചുകൊണ്ട് വരാൻ പോകുന്ന ചില കാര്യങ്ങൾ പറയുന്നത് അതിന് എതിരല്ല, അതുകൊണ്ട് വിരോധമില്ല എന്നർത്ഥം. പിന്നെ ഉസ്താദ് ഫ്രീ ആകുമ്പോൾ മറുപടി ഇപ്പൊ പറഞ്ഞല്ലോ, അറബിയിൽ എന്താണ് ഉസ്താദ് ഫ്രീ ആകുമ്പോൾ മറുപടി തരുമല്ലോ. ഉസ്താദെ, മയ്യിത്ത് ചുംബിക്കൽ വിധി എന്താണ്? സുന്നത്താണോ? മയ്യിത്ത് ചുംബിക്കൽ സുന്നത്താണെന്നുള്ളത് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ജായിസാണ്. മയ്യിത്ത് ചുംബിക്കൽ ജായിസാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മുഖം ചുംബിച്ചു. തിബ്ത ഹയ്യൻ വമൈതൻ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ. തങ്ങൾ ഏറ്റവും പരിശുദ്ധമായ ആളാണ്. എപ്പോൾ? ഹയാത്ത് കാലത്തും വഫാത്തിന് ശേഷവും തങ്ങൾ ഏറ്റവും പരിശുദ്ധമായ ആളാണ്. തിബ്ത ഹയ്യൻ വമൈത എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു എന്നൊക്കെ ഉണ്ട് ഹദീസിൽ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുഖം ചുംബിച്ചിട്ടുണ്ട് വഫാത്തായതിനു ശേഷം. അപ്പൊ അതുകൊണ്ട് തന്നെ മയ്യിത്തിന്റെ മുഖം ചുംബിക്കൽ ജായിസാണ്. സുന്നത്തുണ്ടോ എന്ന കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ അറിയിക്കണം, എന്നുകൂടി അറിയിക്കുകയാണ്. ജായിസാണ്. പിന്നെ അറബിയിൽ മോതിരത്തിന്മേലോ ചെയിനിന്റെ ലോക്കറ്റിലോ പേര് എഴുതിയത് ഇടുന്നത് കൊണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റുമോ? അതൊക്കെ ബാത്റൂം പോകാം, അതുകൊണ്ട് വിരോധമില്ല. അറബി ഭാഷയിൽ ഒരാളെ പേരെഴുതി അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചു, എന്തിന്റെ മേൽ, ചെയിന്റെ ലോക്കറ്റിന്റെ മേലോ അല്ലെങ്കിൽ മോതിരത്തിന്റെ മേലൊക്കെ എഴുതി, അതുകൊണ്ട് ബാത്റൂമിൽ പോകാൻ വിരോധമില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ നാമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ ബഹുമാനിക്കപ്പെടുന്ന നാമങ്ങളൊക്കെയാണ് എഴുതിയത്, അതുമായി ബാത്റൂമിൽ പ്രവേശിക്കുക കറാഹത്താണ് എന്ന്. അറബി ഭാഷയിൽ എന്തെങ്കിലും എഴുതി അതുകൊണ്ട് പോലും കറാഹത്തൊന്നുമില്ല. പിന്നെ കറാഹത്ത് എന്താണ്? അള്ളാഹുവിന്റെ നാമം എഴുതിയ മോതിരം, അതല്ലെങ്കിൽ ചെയിനിന്റെ ലോക്കറ്റ്, അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, അതുപോലെ തന്നെ ബഹുമാനിക്കപ്പെടുന്ന മറ്റ് പിന്നെ പദങ്ങൾ, നാമങ്ങൾ, വിശുദ്ധ ഖുർആൻ, ഇതൊക്കെ എഴുതിയ പിന്നെ മോതിരമാവട്ടെ, ചെയിന്റെ ലോക്കറ്റാവട്ടെ, മറ്റ് കടലാസ് കഷ്ണങ്ങളാവട്ടെ, എന്താവട്ടെ, അതുമായി ബാത്റൂമിൽ പോവല് കറാഹത്താണ്. ഇനി ചില പേരുണ്ടാവില്ല, ചില പേര് റസൂലുള്ളാഹിന്റെ പേര് മാത്രമല്ല. ഇപ്പൊ ഉദാഹരണം, മുഹമ്മദ് എന്ന് ഒരാൾക്ക് പേരിട്ടുണ്ട്, ഒരാളുണ്ട് അവന്റെ പേര് മുഹമ്മദ് എന്നാണ്, അവന്റെ പേര് എഴുതി വെച്ചിട്ടാണ്, അതുമായി പോലെ വിരോധമുണ്ട്, അതുകൊണ്ട് കറാഹത്തില്ല എന്നാണ്. ഒരു പേരുണ്ട്, ആ പേര് അവന്റെ റസൂലുള്ളാഹിന്റെ പേര് മാത്രമല്ല അവന്റെയും പേരാണ്, അല്ലെങ്കിൽ വേറെ ആളുകളുടെയും പേരാണ്. ഇപ്പൊ താരി അല്ല എന്താ പറയാ, എന്താ ഇവിടെ എന്തല്ല വിഷയം, ഇവിടെ വാർത്തത ويكره عند قضاء الحاجة حمل مكتوب قرآن واسم لله تعالى واسم لنبي وكل اسم معظم كما في الكفاية. هذا عبارة ورقتين. ഖളാഉൽ ഹാജത്ത് മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്തെ വിശുദ്ധ ഖുർആൻ ചുമന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ എഴുതിയ കടലാസ് കഷ്ണങ്ങളോ മറ്റോ ചുമന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക, അല്ലെങ്കിൽ നബിയുടെ പേര് എഴുതിയ കടലാസ് കഷ്ണങ്ങളോ മറ്റോ ഒക്കെ പിന്നെ ചുമന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുക. അതല്ലെങ്കിൽ വകുല്ലിസ്മിൻ മുഅല്ലമിൻ, അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന ഏത് പേരാവട്ടെ, മലക്കുകളുടെ പേരോ അല്ലെങ്കിൽ മറ്റു നബിമാരുടെ പേരോ, ഇങ്ങനൊക്കെ അതൊക്കെ എഴുതിയ കടലാസ് കഷ്ണങ്ങളും മറ്റൊക്കെ ആയിട്ട് മലമൂത്ര വിസർജനം ചെയ്യൽ കറാഹത്താണ് എന്ന്. ഇന്ന് വലിയ അന്നഹു സല്ലല്ലാഹു അലൈഹി, അതെന്താ കാരണം? അതൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ്, അതിനൊക്കെ ബഹുമാനിക്കണമല്ലോ, അതാണ് അതിന്റെ കാരണം. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ കാന ഇദാ ദഖലൽ ഖലാഅ,
റസൂലുള്ള മലമൂത്ര വിസർജനത്തിന് വേണ്ടി ബാത്റൂമിൽ കടന്നാല് പിന്നെ വലഅ ഖാതമഹു റസൂലുള്ളാഹിന്റെ മോതിരം ഊരി വെക്കുന്ന എന്താ കാരണം? ആ മോതിരത്തമ്മില് പിന്നെ വകാന നഖ്ശു ഖാതമിഹി മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് എഴുതിയ റസൂലുള്ളാഹിന്റെ മോതിരത്തിന്മേലെ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് എഴുതിയിരുന്നു. അപ്പൊ ആ മുഹമ്മദുൻ റസൂലുള്ളാഹ് അല്ലെ മൂന്നിങ്ങനെ വരിയായിട്ട് മുഹമ്മദ് എന്നുള്ള ഒരു ഭാഗത്ത് അതിന്റെ താഴായിട്ട് പിന്നെ റസൂല്, അതിന്റെ താഴായിട്ട് അള്ളാന്ന്. അതല്ല, ഇനി ആദ്യം ഏറ്റവും അടിയിൽ മുഹമ്മദുന്നും അതിന്റെ മേലെ റസൂലെന്നും പിന്നെ ഏറ്റവും മേലെ അള്ളാന്നും അങ്ങനെയായിരുന്നു. സാധാരണ എഴുതൽ മുഹമ്മദ് അല്ലെ, മുഹമ്മദ് റസൂൽ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് ആദ്യം എഴുതുക അല്ലേ, അതിന്റെ താഴെ രണ്ടാമത്തത്, അതിന്റെ താഴെ മൂന്നാമത്തെ, അങ്ങനെയല്ലേ? ഇത് അങ്ങനെയല്ല. റസൂലുള്ളാഹിന്റെ മോതിരത്തിൽ ഉണ്ടായിരുന്നത് അടിയിൽ മുഹമ്മദുൻ, അതിന്റെ മേലെ റസൂലു, അതിന്റെ മേലെ അള്ളാഹ്. എന്താ അതിന് കാരണം? കാരണം അള്ളാഹ് എന്നുള്ള ഏറ്റവും മേലാവണല്ലോ അല്ലെ, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ. മറ്റത് മുഹമ്മദ് ആദ്യം, റസൂൽ രണ്ടാമത്തെ, അള്ളാഹ് ഏറ്റവും താഴാവും. അതില്ലാതിരിക്കാൻ ആ അടിയിൽ നിന്ന് മേലക്ക് അങ്ങോട്ട് എഴുതിയത്. അടിയിൽ മുഹമ്മദുൻ, അതിന്റെ മേലെ റസൂല്, അതിന്റെ മേലെ അള്ളാഹ്. മുഹമ്മദുൻ റസൂലുള്ളാഹ് ഉണ്ടായിരുന്നു അള്ളാഹു റസൂലിന്റെ മോതിരത്തിന്റെ മേൽ. ആ മോതിരം റസൂലുള്ളാഹ് ഹമ്മാമിലെ മറ്റേ ഖലായിലേക്ക്, തണ്ടാസിലേക്ക്, മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഊരി വെക്കാറുണ്ടായിരുന്നു. അതും ആണ് കാരണം എന്ത്? ബഹുമാനിക്കപ്പെടുന്ന നാമങ്ങൾ എഴുതിയതുമായി മലമൂത്ര വിസർജനം ചെയ്യൽ കറാഹത്താന്ന് പറയാൻ അതുമാണ് കാരണം. പിന്നെ വലഅല്ല അൽ മുറാദ അൽ അസ്മാഉൽ മുഖ്തസ്സത്തു ബില്ലാഹി വബിനബിയിന. ഈ കറാഹത്ത് ഏതാണ്? അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനൊക്കെ മാത്രമായ നാമങ്ങളുണ്ടല്ലോ, ആ നാമങ്ങൾ എഴുതിയതുമായി പ്രവേശിക്കലാണ് കറാഹത്ത്. നേരെ മറിച്ച് അള്ളാഹ്ക്കും നാമമായിട്ട് പറയപ്പെടും, അള്ളാഹു അല്ലാത്തവർക്കും നാമമായി പറയപ്പെടും. ഉദാഹരണം പറയുകയാണെങ്കിൽ കരീം അല്ലേ, അസീസ് കരീം എന്നൊക്കെ ഉണ്ടല്ലോ. അസീസ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ അസീസ് എന്നായിക്കോണമെന്നില്ല. അസീസ് എന്ന് അള്ളാഹിന്റെ പേരാണ്. അതേസമയത്ത് അള്ളാഹു അല്ലാത്തവർക്കും അസീസ് എന്ന് പേരിടാം, അബ്ദു കൂട്ടാത്തന പേരിടാം എന്നാ അസീസ്. കരീമും അങ്ങനെ തന്നെയാണ്, കരീം. അതുപോലെ തന്നെ മുഹമ്മദ് എന്ന റസൂലുള്ളാഹിന്റെ പേര് മാത്രമല്ലല്ലോ, വേറെ ആൾക്കാർക്ക് മുഹമ്മദ് പേരിടാലോ, അഹമ്മദ് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അള്ളാഹുവിന്റെയും അള്ളാഹു അല്ലാത്തവരുടെയും പേരായി പറയപ്പെടുന്നത്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ അല്ലാത്തവരുടെയും പേരായി പറയപ്പെടുന്നത്, അങ്ങനത്തെ എഴുതിയതുമായി പിന്നെ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് കറാഹത്തല്ല. എന്താ കാരണം? അത് മുഹമ്മദ് എന്നാണ് എഴുതിക്കുന്നത്, പക്ഷെ അത് റസൂലുള്ളാഹിന്റെ പേരല്ല, അത് ഇവന്റെ പേരാണ്, ഓന്റെ പേര് ഓന്റെ മുതത്തിൽ എഴുതിയതാണ്. അപ്പൊ അങ്ങനത്തെ കറാഹത്തില്ല. അല്ലെങ്കിൽ അവന്റെ പേരെന്താണ്? കരീം എന്നാണ്. അവൻ ആ പേരാണ് എഴുതിക്കുന്നത്, അള്ളാന്റെ പേര് വെച്ചിട്ട് എഴുതിയതല്ല. അപ്പൊ അങ്ങനെയുള്ളതുമായും വിരോധമില്ല, കറാഹത്തില്ല എന്ന്. പിന്നെ ശരീരത്തിൽ വെള്ളം ചേരാൻ പറ്റാത്ത രോഗം ഉള്ള ആള് വലിയ അശുദ്ധി ഉണ്ടായാൽ എന്തു ചെയ്യും? വലിയ അശുദ്ധി ഉണ്ടായാൽ തേമം ചെയ്യണം. ശരീരത്തിൽ വെള്ളം ചേരാൻ പറ്റൂല, അങ്ങനത്തെ രോഗമുള്ള ആളാണ്. എന്നാൽ വുളൂ ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? അവൻ തേമം ചെയ്യണമല്ലോ. അതുപോലെ തന്നെ വലിയ അശുദ്ധി ഉണ്ടായാലും കുളിക്ക് പകരമായിട്ടും അവൻ തേമം ചെയ്യണം എന്ന്. അങ്ങനെയാണ്. അതാ ഏതുപോലെ മറ്റേ ഇതിലൊക്കെ ഉണ്ടല്ലോ, ജുമാക്കും അങ്ങനെ തന്നെയാണ്. നിർബന്ധമായ കുളിയല്ല, സുന്നത്തായ കുളിക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ ജുമാക്ക് പോകാൻ വേണ്ടി ഒരാൾക്ക് കുളിക്കാൻ സാധിക്കണില്ല, കുളിക്കാൻ അവർക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാൽ തേമം ചെയ്യൽ സുന്നത്തുണ്ട് ആ കുളിക്ക് പകരമായിട്ട്. അതുപോലെ തന്നെ ഇനി ഇഹ്റാം ചെയ്യുന്ന അവസരത്തിൽ കുളി സുന്നത്തുണ്ട്. അവർക്ക് വെള്ളം ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളാ, എന്നാൽ ആ കുളിക്ക് പകരമായി തേമം ചെയ്യൽ സുന്നത്തുണ്ട്. സുന്നതയമ്മുൻ, തേമം ചെയ്യൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. ബിനിയത്തിൽ ഗുസ്ലി, കുളിയുടെ നിയ്യത്തോടു കൂടി. ഐ അന്നഹു ബദലുൻ അനിൽ ഗുസ്ലിൻ, അത് കുളിയത്തൊട്ട് പകരമായിട്ടാണ് ആ തേമം. അപ്പൊ എന്താ നിയ്യത്ത് വെക്കേണ്ടത്? എന്താണ്? നവൈതു തയമ്മുമ ബദലൻ അൻ ഗുസ്ലിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുമ്പോഴേ കുളിക്കാൻ സാധിക്കാത്ത ആളാണെങ്കിലേ തേമം ചെയ്യുക. ആ തേമത്തിന്റെ നിയ്യത്ത് എന്താണ്? കുളിയത്തൊട്ട് പകരമായിട്ട് ഞാൻ തേമം ചെയ്യാൻ കരുതി എന്നാണ് നിയ്യത്ത്. നവൈതു തയമ്മുമ ബദലൻ അൻ ഗുസ്ലിൽ ജുമുഅത്തി, ജുമുഅയുടെ കുളിയത്തൊട്ട് പകരമായി ഞാൻ തേമം ചെയ്യാൻ കരുതി എന്ന നിയ്യത്തോടു കൂടി തേമം ചെയ്യാൻ സുന്നത്താണ്. പിന്നെ അവിടെ
അതിന് കാരണം തന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സുന്നത്തായ കുളിക്ക് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാത്ത ആള് ആ കുളിയെ തൊട്ട് പകരമായി തേമം ചെയ്യണം. തേമം ചെയ്യൽ സുന്നത്താന്ന് പറയാനുള്ള കാരണം എന്താ? ഫർളായ കുളി ഉണ്ടല്ലോ, ആ നിർബന്ധമായ കുളിയെ തൊട്ട് തന്നെ പകരമായിട്ട് തേമം ചെയ്യാമെങ്കിൽ സുന്നത്തായ കുളിയെ തൊട്ട് ഏതായാലും തേമം ചെയ്യാലോന്നാ. വലി അന്നഹു യനൂബു അനിൽ വാജിബി, ഈ തേമം വാജിബായ കുളിയെ തൊട്ട് പകരമാകും. വൽ മന്ദൂബു ഔല, അപ്പോ സുന്നത്തായ കുളി ചെയ്തിട്ട് ഏതായാലും മതിയല്ലോ. അപ്പൊ അങ്ങനെയാണ്. എന്ന് മാത്രമല്ലല്ലോ, ഖുർആനിലുണ്ടല്ലേ ഔലാമസ്തു മുന്നിസാ, അങ്ങനെ ഉണ്ടല്ലോ, ഖുർആനിലുണ്ടല്ലോ. ഇവിടെ ആയത്തിന്റെ ആദ്യം ഇങ്ങനെ വഇൻ കുൻതും മർളാ, അല്ലേ? അങ്ങനല്ലേ? വഇൻ കുൻതും മർളാ ഔ അലാ സഫറിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലാമസ്തും മുന്നിസാ ഫലം തജിദൂ മാഅൻ, അല്ലേ? ഫതയമ്മമൂനല്ലേ? അല്ലേ? ഖുർആൻ തന്നെ നസ്സാണ് ആ വിഷയം. നിങ്ങൾ രോഗികളാണ്, രോഗം കാരണം വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ഔ അലാ സഫരി, അല്ലെങ്കിൽ യാത്രയിലാണ്, യാത്രയിൽ വെള്ളം കിട്ടിയില്ല. ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം കഴിഞ്ഞ് അവൻ പുറത്തു പോകുന്ന, അപ്പൊ ഒന്നു മുറിഞ്ഞല്ലോ. ഔ ലാമസ്തുമുൻ നിസാ, അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യമാരുമായി ജിമാഅ ചെയ്തു, സംയോഗം ചെയ്തു, എന്നാൽ പിന്നെ കുളി നിർബന്ധമാണല്ലോ, അല്ലെ? പക്ഷെ വെള്ളം കിട്ടിയില്ല. അങ്ങനെ ഫലം തജിദൂ മാഅൻ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല നിൽക്കുക, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? തേമം ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഉണ്ട്. അപ്പൊ സംയോഗം ചെയ്തു കുളിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിലേ നിങ്ങൾ തേമം ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട് എന്ന്. അപ്പൊ എന്നെ വേണ്ട കുളിക്കുന്നതിനെ തൊട്ട് പകരമായിട്ട് തേമം ചെയ്യൽ എങ്ങനെ? അത് ശരീരത്തിൽ ഒന്നാകെ മണ്ണ് പറ്റലാണോ? അല്ല. തേമം എന്ന് പറഞ്ഞാൽ മുഖത്തും കയ്യുമലും മാത്രം മണ്ണ് അടിച്ച് തടവലാണ് തേമം എന്ന് പറഞ്ഞാൽ. അത് വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിയെ തൊട്ട് പകരമായ തേമം ചെയ്യലും അങ്ങനെ തന്നെയാണ്. വറുവിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു തയമ്മമ, റസൂൽ തയമ്മം ചെയ്തു. അങ്ങനെ ഫമസഹ വജ്ഹഹു വദിറാഇഹി, റസൂൽ മുഖത്തും രണ്ട് കയ്യുമലുമാണ് തടവിയത്. ശുക്രിന്റെ സുജൂദ് എങ്ങനെ എന്തിനെല്ലാം സുജൂദ് ചെയ്യാം? ശുക്രിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിന്റെ പുറത്തും ചെയ്യാം, അല്ലെ? സുന്നത്താണ്. തിലാവത്തിന്റെ സുജൂദുണ്ട്, ശുക്രിന്റെ സുജൂദുണ്ട്. തിലാവത്തിന്റെ സുജൂദേ നിസ്കാരത്തിലും ചെയ്യാം, സുന്നത്താണ്. നിസ്കാരത്തിന്റെ പുറത്തും ചെയ്ത സുന്നത്താണ്. എന്നാൽ ശുക്രിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. അത് നിസ്കരിക്കുന്ന അവസരത്തിൽ അല്ലാതെയാണ് ശുക്രിന്റെ സുജൂദ്. ശുക്രിന്റെ സുജൂദ് പറഞ്ഞാൽ ഒരു നിഅമത്ത് നമുക്കുണ്ടായി, അതിന്റെ നന്ദി നമുക്ക് ചെയ്യുന്ന സുജൂദ് ഉണ്ടല്ലോ, അതാണ് ശുക്രിന്റെ സുജൂദ്. ശുക്രിന്റെ സുജൂദ് സുന്നത്താക്കപ്പെടും ഈ ഹുജൂമി നിഅമത്തിൻ, പെട്ടെന്നൊരു നിഅമത്ത് ഉണ്ടായി, പെട്ടെന്നൊരു നിഅമത്ത് ഒരാൾക്കുണ്ടായി. അപ്പൊ എന്താ? ശുക്രിന്റെ സുജൂദ് ഉണ്ടാകുക സുന്നത്താണ്. അപ്പൊ ഇന്തിഫായ നിഖമത്തിൻ, അല്ലെങ്കിൽ ഒരു ഇടങ്ങറ് പെട്ടെന്ന് നീങ്ങിപ്പോയി, ഒരു ഇടങ്ങറ് പെട്ടെന്ന് നീങ്ങിപ്പോയി. ഔ റുയത്തി മുബ്തലൻ, അല്ലെങ്കിൽ മുസീബത്ത് ആക്കപ്പെട്ട അംഗവൈകല്യമുള്ള ആള്, അല്ലെങ്കിൽ മാരകമായ രോഗം, ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ആളുകളൊക്കെ കണ്ടു നിൽക്കുകയാണ്. എന്നാലും എന്ത് ചെയ്യുക? ശുക്രിന്റെ സുജൂദ് സുന്നത്താണ്. അള്ളാഹു തആല നമുക്ക് അങ്ങനെ തന്നില്ലല്ലോ എന്ന്. അപ്പോ അംഗവൈകല്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ വളരെ വിഷമുള്ള ആളുകളൊക്കെ കണ്ടാല് ശുക്രിന്റെ സുജൂദ് ചെയ്യുക. എന്ത്? അയാൾക്ക് അങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളതിന്റെ പേരിലല്ല, നമുക്ക് അള്ളാഹു തആല അങ്ങനെ തന്നില്ലല്ലോ അതിന്റെ പേരിൽ സുജൂദ് ചെയ്ത്. അത് അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യരുത് എന്നാ. ഒരു വികലാംഗന ഒരാളുകൾ ഇങ്ങനെ ചാടി കളിച്ച് വരികയായിരുന്നു, ഇങ്ങനെ വടിയും കുത്തിട്ടൊക്കെ ഇങ്ങനെ ചാടിയിട്ടും മറ്റൊക്കെ വരികയാണ്. അപ്പൊ അയാളെ കാണുമ്പോൾ ആളെ മുമ്പ് തന്നെയാണ് സുജൂദ് ചെയ്യുമ്പോൾ ആൾക്കൊരു വിഷമം ഉണ്ടാവൂലേ? അത് ചെയ്യരുത്. അയാളുടെ മുമ്പിൽ നല്ലാതെ സുജൂദ് ചെയ്യുക സുന്നത്താണ്. അതല്ലെങ്കിൽ ഫാസിഖായ ആളെ കാണുക, എങ്ങനെ പരസ്യമായി തമ്മാടിത്തം ചെയ്യുന്ന ആളെ കണ്ടാലും ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. എന്ത്? അതെങ്ങനെ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു ഫാസിഖിനെ കൊടുത്തില്ല. തമ്മാടി എന്നെ അള്ളാഹു തആല അങ്ങനത്തെ തമ്മാടി ആക്കിയില്ലല്ലോ. അതിന്റെ പേരിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക സുന്നത്താണ്. അത് ഫാസിഖാണെങ്കിൽ അയാളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ഫിത്നയൊന്നും ഭയപ്പെടുന്നില്ല നിൽക്കുക, എന്നാൽ അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ സുജൂദ് ചെയ്യൽ സുന്നത്താണെന്നാണ്. ഒരു ഫാസിഖ് തമ്മാടിയ മനുഷ്യനെ കാണുമ്പോഴേ അയാളുടെ മുമ്പിൽ തന്നെ സുജൂദ് ചെയ്യാം, അത് സുന്നത്ത്. എന്താണ്? പടച്ചോനെ, ഞാനിങ്ങനെ തമ്മാടിയായിട്ട് അവന് അള്ളാഹു തആല ഇങ്ങനത്തെ ആക്കാത്തതിന്റെ പേരിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടാണ് സുജൂദ് ചെയ്യുന്നുണ്ടില്ലേ
എന്നാൽ അത് അവന് ചിന്തിക്കാൻ കാരണമായി തീരും. ഞാൻ ഒരു മഹാ തമ്മാടിയായി, എന്നെ പോലത്തെ തമ്മാടി അവൻ ആയില്ലല്ലോ, അതിന്റെ പേരിലാണല്ലോ അപ്പൊ അവൻ എന്റെ മുമ്പിൽ വെച്ച് അള്ളാഹുവിനെ സുജൂദ് ചെയ്യണത് എന്നൊക്കെ എന്നെ ചിന്തിച്ചിട്ട് അവന്റെ തമ്മാടിത്തരം ഒഴിവാക്കാൻ ചിലപ്പോൾ അത് കാരണമായി തീരും. അപ്പൊ തമ്മാടിയുടെ മുമ്പിൽ വെച്ചുള്ള ശുക്രിന്റെ സുജൂദ് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യൽ സുന്നത്തുണ്ട്. അവന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായ ഫിത്ന ഭയപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെ സുജൂദ് ചെയ്താൽ ചിലപ്പോ അവന്റെ അടുത്ത് നിന്ന് ചിലപ്പോ എന്തെങ്കിലും കിട്ടും, അവൻ ദേഷ്യം പിടിച്ചിട്ടേ, എന്നാ അവന്റെ മുമ്പിൽ നിന്ന് സുജൂദ് ചെയ്യൽ സുന്നത്തില്ല. അവന്റെ ഭാഗത്തുനിന്നുള്ള ഫിത്നയെ ഭയപ്പെടുന്നില്ല എങ്കിൽ അവന്റെ മുമ്പിൽ വെച്ച് തന്നെ പിന്നെ ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. പിന്നെ നേരെ മറിച്ച് മുബ്തലയായ ആളാണ്, മുസീബത്ത് ആക്കപ്പെട്ട പിന്നെ ആളാണ്, അയാളുടെ മുമ്പിൽ വെച്ച് സുജൂദ് ചെയ്യരുത്. കാരണം അത് അയാളുടെ കാരണം കൊണ്ട് സംഭവിക്കുന്ന അതല്ല. വികലാംഗരായ ആളുകൾ, അല്ലെങ്കിൽ കുഷ്ഠരോഗി, വെള്ളപ്പാണ്ടുകാരൻ, ഇങ്ങനത്തെ ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ആളുകളുടെ മുമ്പിൽ വെച്ച് സുജൂദ് ചെയ്യരുത്. അത് അവരെ കാണാതെ സുജൂദ് ചെയ്യുക. അല്ലാഹു തആല ഇങ്ങനത്തെ രോഗമൊന്നും എനിക്ക് തന്നിട്ടില്ലല്ലോ എന്നുള്ളതിന്റെ പേരിൽ. അപ്പൊ ഏതായാലും ശരി, ശുക്രിന്റെ സുജൂദ് ചെയ്യൽ എപ്പോഴാണ് സുന്നത്ത്? ഇതാണ് പെടുന്നനവേ ഒരു നിഅമത്തുണ്ടാവുക, അതല്ലെങ്കിൽ ഒരു മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതല്ലെങ്കിൽ മുസീബത്തിലുള്ള ഒരു വ്യക്തിയെ കാണുക, അല്ലെങ്കിൽ പരസ്യമായി ദോഷം ചെയ്യുന്ന ഫാസിഖിനെ കാണുക. ഇത്തരം സമയങ്ങളിലൊക്കെ ശുക്രിന്റെ സുജൂദ് സുന്നത്താണ്. പരീക്ഷക്ക് നല്ല വിജയം ഉണ്ടായി എന്നൊക്കെ പെട്ടെന്ന് കിട്ടണതില്ലേ വിവരം അറിയുന്നത്? പെട്ടെന്ന് വിവരം അറിയണത് എന്ത്? പരീക്ഷക്ക് ഉന്നതമായ വിജയം നേടിയിട്ടുണ്ട്, അപ്പൊ അള്ളാഹുവിന് ശുക്റായിട്ട് സുജൂദ് ചെയ്യുക. അല്ലെങ്കിൽ വിസ കിട്ടി അല്ലേ, വിസ അടിച്ചു കിട്ടുമില്ലാന്ന് കാലത്ത് വല്ലാത്ത വിഷമമായിരുന്നു, പിന്നെ വിവരം വിസ അടിച്ച് കിട്ടിയെന്ന്, അപ്പൊ അള്ളാഹുവിന് ശുക്ർ ആയിട്ട് സുജൂദ് ചെയ്യുക. അതൊക്കെ ശുക്രിന്റെ സുജൂദിന് എന്ത് നിബന്ധന? നിസ്കാരത്തിന്റെ നിബന്ധനകളൊക്കെ അതിനും നിബന്ധനയാണ്. വുളു വേണം, ഔറത്ത് മറക്കണം, ഖിബിലയിലേക്ക് മുന്നേറണം, അതൊക്കെ അതിന് നിബന്ധന തന്നെയാണ്. എന്നിട്ട് ഖിബിലയിലേക്ക് മുന്നേറണം, ഔറത്ത് മറക്കണം, വുളു വേണം, ഒക്കെ ഉണ്ടല്ലോ. ചെറിയ ശുദ്ധിത്തൊട്ടും വലിയ ശുദ്ധിത്തൊട്ടും നജസിനെ തൊട്ടൊക്കെ ശുദ്ധിയാവണം. എന്നിട്ട് ശുക്രിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിനു ശേഷം ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദ് ചെല്ലേണ്ടത് എന്താണ്? സുജൂദ് ചെല്ലേണ്ടത് സാധാരണ സുബ്ഹാന റബ്ബിയൽ അഅ്ല വ ബിഹംദിഹിനോ, അതല്ലെങ്കിൽ മറ്റ് സുജൂദിൽ സുന്നത്തായ ഏത് ദുആകളും പിന്നെ സുന്നത്താണ്. അതിനുശേഷം എഴുന്നേറ്റിരുന്നു കൊണ്ട് ഒരു സലാം വീട്ടുക, അതാണ് സുന്നത്ത്. വലൗ തഖറബ വയുസന്നു മഅ സജദത്തി ശുക്രി കമാ ഫിൽ മജ്മൂഇ അസ്സദഖത്തു. അതും കൂടി ഉണ്ട്. ഒരു നിഅമത്ത് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ആപത്ത് നിന്ന് രക്ഷപ്പെട്ടു, അപ്പൊക്കെ ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നതിന് പുറമെ എന്തെങ്കിലും ഒരു സദഖ അതും കൂടി സുന്നത്താണ്. അള്ളാഹുവിന് ശുക്രിന്റെ സുജൂദ് ചെയ്യുക, അതിന് ശേഷം എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു സദഖ ചെയ്യുക ആർക്കെങ്കിലും, അതും സുന്നത്താണ്. വലൗ തഖറബ ഇലല്ലാഹി ബിസജദത്തിൻ മിൻ ഗൈരി സബബിൻ ഹറുമ. സബബൊന്നുമില്ലാത്ത, കാരണമില്ലാത്ത വെറുതെ സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുണ്ടല്ലോ, അത് ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. സാധാരണ ഇപ്പൊ ഈ ചില ആളുകൾ, പാകിസ്ഥാനികളും ബംഗാളി ഇങ്ങനെയൊക്കെ ആൾക്കാർ കാണല്ലേ, വെറുതെ സുജൂദ് ചെയ്യില്ലേ, നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോകുമ്പോ കാണഞ്ഞ് ഓലോക വെറുതെ സുജൂദ്. എന്ത് സുജൂദാന്ന് ചോദിച്ചാൽ ഒരു തോബയാണെന്ന് അറിയാം. അങ്ങനെ സുജൂദ് ഇല്ല. സാധാരണ നിസ്കാരത്തിലുള്ള സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, ശുക്രിന്റെ സുജൂദ് ഇങ്ങനെയൊക്കെ ഉള്ളൂ. അതല്ലാതെ വെറുതെ സുജൂദ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇബാദത്ത് ദീനിൽ ഇല്ല. അത് അങ്ങനെ ചെയ്യൽ ഹറാമാകുന്നു. പിന്നെ അസ്നൽ മത്താലിബ് എന്താണ്? അസ്നൽ മത്താലിബിന്റെ അർത്ഥം എന്താണ്? അസ്സാലിസത്തു സജദത്തു ശുക്രി, ശുക്രിന്റെ സുജൂദ്. വതുസ്തഹബ്ബു, ആ ശുക്രിന്റെ സുജൂദ് സുന്നത്താക്കപ്പെടും. എന്ത ഹുജൂമി നിഅമത്തിൻ, പെട്ടെന്നൊരു നിഅമത്ത് ഉണ്ടായി. അതുപോലെ ഹുദൂസി ബാലത്തിന് കുട്ടിണ്ടാകുക, കുട്ടിയില്ലാത്ത ആളായിരുന്നു, പിന്നെന്ത് ചെയ്യാൻ അറിഞ്ഞെന്ത്? പെണ്ണുകൾ പറ്റുകണെന്ന് അറിഞ്ഞു. ഇനി കുട്ടിയില്ലാത്ത ആളായിക്കൊള്ളൊന്നും ചേട്ടാ, ഇനി കുട്ടികളുടെ ഭാര്യ പ്രസവിച്ചു എന്ന കാര്യം പറഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാഹ് ശുക്രിന്റെ സുജൂദ് സുന്നത്താണ്. ഔ ജാഹിൻ, അല്ലെങ്കിൽ അവന് വലിയ സ്ഥാനം കിട്ടിയിട്ടുണ്ട്, അപ്പൊ ശുക്രിന്റെ സുജൂദ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ജലീൽ ദാരിമി അല്ലെ, ജലീൽ ദാരിമിനെ പിന്നെ ഔഖാഫ്, അദ്ദേഹത്തിന് ഖതീബിന്റെ വളീഫ ഒക്കെ അല്ല, അദ്ദേഹത്തിന് സ്ഥാനമൊക്കെ ഉയർത്തിട്ട്
ആദരിച്ചില്ലേ? അപ്പൊ ആ വിവരം ഔക്കാഫിന്ന് ടെലിഫോൺ വന്ന് നിൽക്കുക, എന്റെ സ്ഥാനം ഉയർത്തിട്ടുണ്ട്, എന്റെ ദർജ കൂട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ശുക്രിന് സൂചി ചെയ്യുക. അത് സുന്നത്താണ്. അപ്പൊ അതാണ് സന്താനം ഉണ്ടായി, അതിൽ സ്ഥാനക്കയറ്റം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഗായിബ് ഹാദിറായി, മക്കളെ ആരെയും കാണാതായിരുന്നു, അയാൾ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. അപ്പോ അതുപോലെ തന്നെ ഒരു ശത്രുവിനെതിരായ ഒരു വിജയമുണ്ടായി എന്ന വിവരം അറിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരാൾ മുങ്ങി നശിക്കാൻ പോവുക, നാളെ നിന്ന് രക്ഷപ്പെട്ടു എന്ന വിവരം അറിഞ്ഞു. ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിലൊക്കെ ശുക്രിന്റെ സുജൂദ് സുന്നത്താണ്. അതാ നോമ്പുകാരൻ, അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി, നോമ്പുകാരൻ ജലദോഷം ഉള്ളവൻ മൂക്ക് മേലോട്ട് വലിച്ച് വായിലോട്ട് ശേഖരിക്കാതെ തൊണ്ടയിലൂടെ ഇറക്കിയാൽ നോമ്പ് മുറിയുമോ? ഇല്ല, നോമ്പ് മുറിയില്ല. അതുകൊണ്ട് നോമ്പ് മുറിയില്ല. കഫം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത് ഇങ്ങോട്ട് വലിച്ച് അങ്ങനെ വായയിലേക്ക് ഇറങ്ങിയ ശേഷം വിഴുങ്ങി നിൽക്കുക. വായയുടെ ലാഹിർ, അതായത് ഹ എന്ന് പറയുന്ന ഹ ഉണ്ടല്ലോ, ഹ മൊഴിയുന്നതിന്റെ ഇപ്പുറത്തേക്ക് ഈ കഫം അതല്ലെങ്കിൽ ഇതൊക്കെ വന്നു നിൽക്കുക. അതിന് ശേഷം വിഴുങ്ങിയ നോമ്പ് മുറിയും. അതല്ല അങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പായിട്ടാണ് വിഴുങ്ങി നിൽക്കുന്ന നോമ്പ് മുറിയില്ല എന്നാ. വായയുടെ ലാഹിറായ ഭാഗം ആ ഭാഗത്തേക്ക് വരാതെ ആണ്ട് വിഴുങ്ങി, എന്നാൽ നോമ്പ് മുറിയുകയില്ല. അതാ ലിഅന്നൽ മദാറ അല ഇബ്തിലാഇഹാ ബഅദ ഹുസൂലിഹാ ഫീ ളാഹിരിൽ ഫമി മുത്ലഖൻ. നോമ്പ് മുറിയണമെങ്കിൽ എന്ത് വേണം? വായയുടെ ലാഹിറിലേക്ക് എന്ന് പറഞ്ഞാൽ ഖൗലുഹു മഖ്റജുൽ ഹാഇ അൽ മുഹ്മലതി ഐ അൽ മുഅ്തമദി. അതാ ഹദ്ദുൽ ലാഹിർ, വായയുടെ ലാഹിറായ ഭാഗത്തേക്ക് ഹാ മൊഴിയുണ്ടല്ലോ, ഹാ മൊഴിയുന്ന അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അതിന് ശേഷമുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അത് വായയുടെ ലാഹിറായ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം വിഴുങ്ങിയാലേ നോമ്പ് മുറിയുള്ളൂ. അങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പായി വിഴുങ്ങിയാൽ നോമ്പ് മുറിയുകയില്ല. ഇത്രയേ ഉള്ളൂ. യൂസുഫ് പുലി ബാത്റൂം 1 നിന്ന് വുളുവെ എടുക്കുമ്പോൾ ചൊല്ലാൻ പറ്റുമോ? ബാത്റൂമിൽ നിന്ന് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് ദിക്റുകളൊക്കെ ചൊല്ലല് കറാഹത്താണ്. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന ആ സ്ഥലമല്ലോ, ആ സ്ഥലത്ത് വെച്ച് ദിക്റുകൾ ചൊല്ലൽ കറാഹത്താണ്. ബാത്റൂം വലിയ ബാത്റൂമാണ്, അതിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കാൻ വേറെ സ്ഥലമുണ്ട്, ഉള്ളുണ്ടാക്കാൻ വേറെ സ്ഥലമുണ്ട്. അങ്ങനത്തെ ബാത്റൂമൊക്കെ ആണെങ്കിൽ അവതുണ്ടാക്കാനുള്ള സ്ഥലത്ത് വെച്ച് ഒതു ചെയ്യാം, അതുകൊണ്ട് വിരോധമില്ല. അപ്പോൾ ദിക്ർ ചൊല്ലുകയും ചെയ്യാം, അത് കറാഹത്തും അല്ല. പിന്നെ കറാഹത്ത് എവിടെ വെച്ചിട്ടാണ്? മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് ഒതു ചെയ്യലും കറാഹത്താണ്, ദിക്റുകളൊക്കെ ചൊല്ലലും കറാഹത്താണ്. അല്ലാത്ത സ്ഥലത്ത് വെച്ച് കുറച്ചും നീങ്ങിയിട്ട് വേറെ പൈപ്പൊക്കെ ഉണ്ട്, ഒതുണ്ടാക്കാൻ വേറെ സ്ഥലം ഒക്കെ ഉണ്ട്, എന്നാൽ അവിടെ വെച്ച് ദിക്ർ ചൊല്ലൽ കറാഹത്തല്ല എന്നാണ്. പിന്നെ സുജൂദ് എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലാതെ തല നിലത്ത് വെക്കൽ ഹറാമാണ് അല്ലേ? സുജൂദ് അത് ഒന്നുകൂടി നോക്കണം അവിടെ അല്ലേ, കറാഹത്ത ഹറാമാന്നുള്ള അത് ഇബാറത്ത് നോക്കണം ഇൻഷാ അല്ലാഹ്. സുജൂദ് എന്നുള്ള ഉദ്ദേശമില്ലാതെ സുജൂദ് പോലെ എങ്ങനെ എടുക്കുക, അത് കറാഹത്ത ഹറാമാണോ എന്നുള്ളതൊന്നും നോക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, തൗഫീഖിന് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു അമലൊക്കെ ഖബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സ്ത്രീകളുടെ യോനിയിൽ നിന്ന് വരുന്ന സംയോഗ വെള്ളം നജസാണോ? സ്ത്രീകളുടെ യോനിയിൽ നിന്ന് വരുന്ന കൊഴുപ്പുണ്ടല്ലോ, ആ കൊഴുപ്പ് 2 തരം കൊഴുപ്പുണ്ട്. അത് യോനിയുടെ പുറം ഭാഗത്ത് നിന്നുണ്ടാകുന്ന കൊഴുപ്പുണ്ട്, അത് നജസല്ല. എന്നാൽ യോനിയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്നതുണ്ട്, അത് നജസാണെന്ന്. ഉൾഭാഗത്ത് നിന്ന് വരുന്നത് അത് നജസാണ്. പിന്നെ അതേ സമയത്ത് യോനിയുടെ പുറം ഭാഗത്ത് ഒരു കൊഴുപ്പുണ്ടാകുമല്ലോ അല്ലെ, സംയോഗം ചെയ്യുന്ന ആളുടെ പിന്നെ
എന്തിനാണ് ഇപ്പൊ അങ്ങനെ പറയാൻ വെക്കുക? ഏതായാലും ശരി, യോനിയുടെ ഉൾഭാഗത്ത് നിന്ന് വരാൻ നജസുള്ളൂ, അതല്ലാതെ പുറം ഭാഗത്ത് പിന്നെ ഉണ്ടാകുന്ന, അതായത് ഒരു സ്ത്രീ അവളുടെ രണ്ട് കാലുമേൽ ഇങ്ങനെ പൊന്തിച്ചിരിക്കുന്ന സമയത്ത് വെളിവാകുന്നതാണ് ഇപ്പൊ യോനിയുടെ വാഹിർ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന കൊഴുപ്പ് നജസല്ല. അതേസമയത്ത് ഉൾഭാഗത്ത് നിന്ന് പിന്നെ കൊഴുപ്പ് ഇറങ്ങി വരും, അത് നജസാണ്. പിന്നെ ഫർദ് നിസ്കാരത്തിന്റെ സുജൂദിൽ ഏത് ദുആയും പറ്റും. ഫർദ് നിസ്കാരത്തിന്റെ സുജൂദാവട്ടെ, സുന്നത്ത് നിസ്കാരത്തിന്റെ സുജൂദാവട്ടെ, ആ സുജൂദിൽ അറബി ഭാഷയിലുള്ള ഏത് ദുആയും ആവാം. അറബി ഭാഷ അല്ലാത്ത ഭാഷയിലും ദുആ ചെയ്യാൻ പറ്റൂല. അറബി ഭാഷയിൽ ഏത് ദുആയും ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർലിന്നോ, അല്ലാഹുമ്മ റഹംനിന്നോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർന്നോ, ഇല്ല അല്ലാഹുമ്മ ഖ്ളി ഹാജതീന്നോ, ഇങ്ങനെ അറബി ഭാഷയിൽ ഏത് ദുആയും നടത്താവുന്നതാണ്. പിന്നെന്താണ്, ഇനി കുറെ PM ഉണ്ട്, അത് ഇൻഷാ അല്ലാഹ് ഞാനൊക്കെ നോക്കിയെടുക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. തോർത്തുമുണ്ട് എടുത്ത് ഒളുണ്ടാക്കാൻ പറ്റുമോ? തോർത്തുമുണ്ട് എടുത്ത് ഒളുണ്ടാക്കാം, അത് ഹറാമല്ല, കറാഹത്തും അല്ല എന്നാണ്. എന്നാൽ വസ്ത്രം തീരെ ഇല്ലാതെ ഒളു ചെയ്യാ ബാത്റൂമിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് കറാഹത്താന്നൊക്കെ പറയുന്നത്, അത് മറ്റുള്ളവരും പ്രവേശിക്കുന്ന ബാത്റൂമിനെ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഔറത്ത് വെളിവാക്കിക്കൊണ്ടേ പിന്നെ ബാത്റൂമിൽ പ്രവേശിക്കൽ കറാഹത്താണ്. ആ പറഞ്ഞത് മറ്റുള്ള ആളുകളും പ്രവേശിക്കാൻ സാധ്യതയുള്ള ബാത്റൂമിനെ കുറിച്ചാണ് എന്ന് കണ്ടിട്ടുണ്ട്. ഏതായാലും ശരി, പിന്നെ ഒളു സഹിയാകും, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഒളു ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. തോർത്തുമുണ്ടെടുത്തിട്ടേ ഒളു ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല എന്ന്. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റുള്ള PM വഴി തിലാവത്തിന്റെ സുജൂദിലും ഒരു സലാം മാത്രമാണോ? അതെ, തിലാവത്തിന്റെ സുജൂദിലും ശുക്രിന്റെ സുജൂദിലൊക്കെ ഒരു സലാം വിട്ടത് നിർബന്ധമാണ്. ഒരു സലാം വീട്ടിലാണ് നിർബന്ധമുള്ളത്. രണ്ടാമത്തെ ഒരു സലാം വീട്ടൽ അത് തിലാവത്തിന്റെ സുജൂദിലും ശുക്രിന്റെ സുജൂദിലും സുന്നത്തില്ല. അതാണ് സാധാരണ നിസ്കാരത്തിൽ രണ്ടാമത്തെ സലാം വീട്ടിൽ സുന്നത്താണ്. ഇനി തിലാവത്തിന്റെ സുജൂദിലും തിലാവത്തിന്റെ ശുക്രിന്റെ സുജൂദിലും രണ്ടാമത്തെ സലാം വീട്ടുകൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ സുന്നത്തില്ല എന്ന്. ഇനി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഭാര്യന്റെ പ്രസവത്തിന്റെ ഡേറ്റ് നാളെയാണ് പറഞ്ഞിട്ടുള്ളത്. 2 കുട്ടികളാണ്. ഉസ്താദ് ദുആ ചെയ്യണം, സുഖപ്രസവത്തിനും നല്ല കുട്ടികൾക്ക് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവമൊക്കെ സുഖമാക്കി കൊടുക്കട്ടെ. 2 കുട്ടികളാണ്. അൽഹംദുലില്ലാഹ്, അത് വല്ലാത്തൊരു അനുഗ്രഹം അല്ലേ. ഒരു പ്രസവത്തിൽ തന്നെ 2 കുട്ടികൾ, ഒരു പ്രസവത്തിൽ 2 കുട്ടികൾ ലഭിക്കാനോ, അത് അല്ലാഹു തആല ചെയ്യുന്ന വലിയ നിഅമത്താണ്. 2 കുട്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അവരെ അല്ലാഹു ആദ്യം മുതൽ പ്രസവിച്ചോടം മുതൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാക്കി തരട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അവരൊക്കെ ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന ഉന്നതരാക്കി തരട്ടെ പടച്ചോൻ. ആഫിയത്തോട് കൂടുതൽ ദീർഘായുസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും കുറെ ചോദ്യങ്ങളുണ്ടത്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നിത്യശുദ്ധിക്കാർക്ക് നിസ്കാരത്തിന് ശേഷം ആ വുളു കൊണ്ട് ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റും. നിത്യശുദ്ധിക്കാർക്ക് അവരുടെ ആ വുളു കൊണ്ട് പിന്നെ സുന്നത്ത് നിസ്കരിക്കാം, അതുപോലെ തന്നെ ഖുർആൻ ഓതുക ചെയ്യാം. ആ വുളു കൊണ്ടേ ഖുർആൻ ഓതാമെന്ന്. ഇനിയുള്ള ചോദ്യങ്ങളെ കുറെ PM ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതൊക്കെ വായിച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഓരോന്ന് വായിച്ചതിന് ശേഷം പിന്നീട് മറുപടി നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും കേട്ടതും ചോദിച്ചതൊക്കെ അല്ലാഹു അവന്റെ ദീനിനുള്ള ഒരു ഖിദ്മത്തായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. ഗർഭിണികളായ സ്ത്രീകളുടെ പ്രസവമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖമാക്കി കൊടുക്കുകയും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അവർക്ക് പ്രദാനം ചെയ്യുകയും ആ സന്താനങ്ങളെ കൊണ്ട് അല്ലാഹു തആല അവർക്കും കുടുംബത്തിനും ദീനിനും ഉപകാരം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മുടെയൊക്കെ സന്താനങ്ങളെ കൊണ്ട് അല്ലാഹു തആല നമുക്കും അല്ലാഹുവിന്റെ ദീനിനും ഉപകാരം നൽകട്ടെ.
അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതരാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, നമ്മെ സഹായിച്ചവർ, നമ്മുടെ മേൽ ഹഖുള്ളവർ, നമ്മോട് ദുആ കൊണ്ട് ആവശ്യപ്പെട്ടവർ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നമ്മുടെ സലാഹുവിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. പാസ്പോർട്ട് സംബന്ധിച്ച് ഇമിഗ്രേഷൻ ഇല്ല, അതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ട്. പെട്ടെന്ന് ശരിയാവാൻ ദുആ ചെയ്യണം എന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫള് കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ എല്ലാവരുടെയും ജിന്നുകളിൽപ്പെട്ട ഇൻസിൽപ്പെട്ട എല്ലാ സാലിഹ്യങ്ങളുടെയും അള്ളാഹുവിന്റെ മലക്കുകളുടെയും ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം പരിഹരിച്ചു കൊടുക്കട്ടെ.